ചെറിയ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, ആത്മഹത്യകൾ, കടബാധ്യത ഒന്നും മാറുന്നില്ല. മക്കൾക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. അല്ല, വിവാഹം കഴിഞ്ഞിട്ടും മക്കളുണ്ടാവുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽപ്പെട്ട് പ്രതിസന്ധികളിൽപ്പെട്ട് വിഷമിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ഇന്നത്തെ ഈ പാപത്തിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി തരും. അത് നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ ഈ പ്രയറുകൾ നമ്മൾ വ്യക്തിപരമായിട്ട് ചൊല്ലുന്നതും നമ്മുടെ കുടുംബത്തിൽ ചൊല്ലുന്നതിലൂടെ ശക്തമായ വിടുതൽ ഈ മേഖലകളിൽ, ഞാനിപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, രോഗങ്ങൾ, പാരമ്പര്യമായിട്ട് തുടരുന്ന ക്യാൻസറിൽ മറ്റു പാരമ്പര്യ രോഗങ്ങൾ, മാനസിക രോഗം, അങ്ങനെ പലതുമുണ്ട്. അപകടങ്ങൾ, ദുർമരണങ്ങൾ. ചിലർ സാമ്പത്തികമായിട്ടൊന്ന് ഉയർന്നു വരും, പിന്നെ എങ്ങനെയോ പെട്ടെന്ന് തകർന്നു പോകും. സാമ്പത്തികമായിട്ട് ഉയർന്നാൽ അത് എവിടെയെങ്കിലും വെച്ച് തകർന്നു പോകുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ക്രൈസ്തവ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിന് ശക്തമായ ഒരു ഡെലിവറൻസ് നമുക്ക് കിട്ടേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം ഈ പ്രാർത്ഥനാ പുസ്തകം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് വാങ്ങാം, മലയാളം വേണ്ടവർക്ക് മലയാളം വാങ്ങാം. നമ്മുടെ സഹോദരൻ കൊണ്ടുവരും, ആവശ്യക്കാരൊക്കെ മേടിക്കുക. 50 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. ഇപ്പോൾ ഇല്ലെങ്കിൽ നാളെ കൗണ്ടറിലുണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ ഓർക്കണം, ഒരിക്കൽ കോട്ടയത്ത് നമ്മുടെ താമസമുള്ള ധ്യാനം നടക്കുകയാണ്, ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ. അവിടെ വയനാട്ടിൽ നിന്ന് ഒരു ഫാമിലി ധ്യാനിക്കാൻ വന്നു. ആ മനുഷ്യൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി, ഒരു സിസ്റ്റർ, അവരുടെ കുടുംബം എല്ലാം കൂടെ ധ്യാനിക്കാൻ വന്നത്. അവർ ധ്യാനാവസരത്തിൽ അവർ വന്നിട്ട് ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം കർത്താവിൻ്റെ അത്ഭുതകരമായൊരു സ്പർശനത്തിൽ നടുവിന് ബലം കൊടുത്തു, കാലുകൾ ബലം പ്രാപിച്ച് ആ മകൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. അത്ഭുതമായിട്ട് സൗഖ്യം പ്രാപിച്ചു. കോഴിക്കോട് നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ മകനും അവരെല്ലാവരും കൂടി അവിടെ സാക്ഷ്യം പറയാൻ വന്നു. ആ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ഇതായിരുന്നു. ഈ പുസ്തകം അവർ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. അവരുടെ കുടുംബത്തിലെ പ്രശ്നം നിരന്തരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, കുഞ്ഞുങ്ങൾക്ക് നിരന്തരമായിട്ട് രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചൽ, കടബാധ്യം അറിഞ്ഞില്ല, ഒന്നും വിഷയങ്ങളാ വീട്ടിൽ. അവർ പറഞ്ഞ അനുഭവം ഇതാണ്. ഈ പുസ്തകം കൊണ്ടുപോയിട്ട് അവർ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനകൾ, സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾ അവർ ഒന്നിച്ച് വീട്ടിൽ ചൊല്ലി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഇങ്ങനെയാണ് പങ്കുവെച്ചത്: ഒരു 30 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിത് പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നെ കലഹം എന്നൊരു സംഭവമില്ല. ഞാനും എൻ്റെ ഭാര്യയായിട്ട് വഴക്ക് എന്നൊരു പ്രശ്നമില്ല. അത്ഭുതകരമായിട്ട് രോഗപീഠകൾ വീട്ടിൽ നിന്ന് വിട്ടെന്ന് മാറുന്ന അനുഭവങ്ങൾ, സാമ്പത്തിക മേഖലകളിൽ ദൈവം വഴി തുറക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ഈ ലോകത്തിൽ അദൃശ്യ ശക്തികൾ മനുഷ്യനെ തകർക്കാൻ വേണ്ടി തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, സാത്താന്യ ശക്തികൾ. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെ തകർക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വേണം. സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകൾ വ്യക്തിപരമായിട്ടും കുടുംബത്തിനും ചെല്ലുമ്പോൾ സകല പൈശാചിക ആധിപത്യങ്ങളും, തിന്മയുടെ സ്വാധീനങ്ങളും, പാരമ്പര്യ രോഗങ്ങളും, പാരമ്പര്യ ബന്ധനങ്ങളും, പാരമ്പര്യ ക്ഷാമങ്ങളും എല്ലാം കർത്താവ് തകർത്ത് കളയും. നമ്മുടെ കുടുംബങ്ങൾക്ക് അത്ഭുത വിടുതലും ഉയർച്ചയും കർത്താവ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വലിയൊരു സാക്ഷ്യം കേൾക്കാം. ഈ സഹോദരി കണ്ണുനീരോടെയാണ് ഇവിടെ നിൽക്കുന്നത്. പേരെന്താ? സുനിത. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഉള്ളിലേക്ക് പോയി, ഇപ്പൊ കാണാനില്ല. സാരമില്ല. അതായത് ഈ സുനിതയ്ക്ക് 22-ാമത്തെ വർഷമാണ് കർത്താവ് ഈ കുഞ്ഞിനെ നൽകുന്നത്. കുഞ്ഞിന്റെ പേരെന്താ? ലിസ്മേരി റോസ്. എന്തിനാ കരയുന്നത്? 22-ാമത്തെ വർഷം കർത്താവ് ഈ കുഞ്ഞിനെ കൊടുത്തു. എവിടെയൊക്കെ നമ്മുടെ ധ്യാനം കൂടിയത്? കോട്ടപ്പടിയിലും പിന്നെ പാലയൂരും വന്നിട്ടുണ്ടായിരുന്നു. ബ്രദറിനെ കണ്ട് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇന്ന് എല്ലാം വിട്ട് കളഞ്ഞതാണ്. മരുന്നൊന്നും ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞു. കുറെ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, മക്കളുണ്ടാവാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ കുറെ അനുഭവിച്ച ആളാണ്.
അപ്പം ഞാൻ മോളേനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരികയാണ്. അവൾക്ക് ചുമയാണ്. അപ്പം ഇനി എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇവിടെ പുതുക്കൂടെ പോകുമ്പോൾ ഇതെന്തായാലും ഒരു സാക്ഷ്യം പറയണം. അത് വിചാരിച്ചിട്ട് ഞാൻ കയറിയതാ. ഇത്ര വേഗം ഇവിടെ പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 22 വർഷങ്ങൾ. എൻ്റെ പേര് സുനിത, ഭർത്താവിൻ്റെ പേര് ഡേവിസ്, സ്ഥലം മറ്റം. ഞങ്ങൾ പോവാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല, പോവാത്ത കൺവെൻഷൻ ഇല്ല. എന്നിട്ട് കഴിഞ്ഞ വർഷം 2021 ഫെബ്രുവരി 15 ഒരു കുഴപ്പമില്ലാണ്ട് 2600 നോർമല് വെയിറ്റായിട്ട് എനിക്കൊരു ദൈവം നല്ലൊരു മോളെ തന്നു. ഇവളുടെ ആൻറ്റി കൊറോണയായിട്ട് മരിച്ചു. അപ്പോൾ ആ ആൻറ്റിയുടെ ഓർമ്മയ്ക്ക് ഇവൾക്ക് പേര് ലിസ്മേരി എന്നിട്ടു. അപ്പം എനിക്കിതൊന്നും ഇതിൽ കൂടെ പോകുമ്പോൾ ഒരു സാക്ഷ്യം പറയാനായിട്ട് ബ്രദറിനെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ്. ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷം, ഇതുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത സന്തോഷമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. നോക്കൂ, എത്ര വലിയ സ്നേഹമായി. 22ാമത്തെ വർഷം കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ഈ സാക്ഷ്യം നന്നായിട്ടൊന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നവനാ. വൈദ്യശാസ്ത്രം പറഞ്ഞു ഒരിക്കലും മക്കളുണ്ടാവത്തില്ലെന്ന്, അല്ലേ? വൈദ്യശാസ്ത്രം പറഞ്ഞു. പിന്നെ നമ്മുടെ ആൾക്കാർ നമ്മളെ കുറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വർഷമായി മക്കളുണ്ടായില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ നമ്മൾ അനുഭവിച്ചു. അപ്പോൾ അത് വലിയൊരു സങ്കടമാണ്. വൈദ്യശാസ്ത്രം പറയുന്നു മക്കളുണ്ടാവത്തില്ല. പക്ഷെ കൂടപ്പിറപ്പുകൾ അല്ലെ ബന്ധുക്കള് കാണുന്നവരൊക്കെ പറയും മക്കളുണ്ടാവത്തില്ല. എന്താ ഉണ്ടാകാത്തത്? അധിക്ഷേപിച്ചൊക്കെ സംസാരിക്കുന്ന മനുഷ്യരുണ്ട് മക്കള് ഉണ്ടാകാത്തതിന്റെ പേരിൽ. അതൊക്കെ വലിയ സങ്കടം നിറഞ്ഞ കാര്യമാണ്. ഇത് വലിയ ദൈവത്തിന്റെ ഒരിടപെടലാണ്. മന്ധ്യമായിരുന്ന ഈ മകളുടെ ഗർഭമാത്വത്തെ കർത്താവ് 22ാമത്തെ വർഷം അനുഗ്രഹിച്ച ഒരു കുഞ്ഞിനെ കൊടുത്തു. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തും. സന്തോഷമായി. എല്ലാവരും ഒന്ന് കരമറ്റി പിടിച്ചവർക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞിന്റെ എല്ലാ രോഗപീഠകളും വിട്ടുമാറട്ടെ. ഈ കുഞ്ഞൊരു അനുഗ്രഹമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ആമേൻ. സമാധാനമായിട്ട് പോയിക്കൊള്ളൂ കേട്ടോ. കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഈശോ കൂടെയുണ്ട്.